പ്രശാന്ത് നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിൽ അധികാരമേറ്റ ശേഷം വേണ്ടത്ര ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. അതിനുശേഷം പ്രധാനമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെന്നാണ് പല നിരീക്ഷകരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അദ്ദേഹം ഒരുപാട് വിദേശയാത്രകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. അങ്ങനെയുള്ള യാത്രകൾക്കും മറ്റ് ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറിനെയാണ് പറഞ്ഞു വിട്ടത് തുടക്കത്തിലൊക്കെ. അതിനുശേഷം പ്രധാനമന്ത്രി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയി, മാർപ്പാപ്പയൊക്കെ മീറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നരേന്ദ്രമോദി പോയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യയിലേക്ക് നരേന്ദ്രമോദി പോകേണ്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല സുപ്രധാനമായിട്ടുള്ള കരാറുകളും ഒപ്പിടാനുണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നതെങ്കിലും ഇടപിടിയിൽ റഷ്യയിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ട ഒരു കാരണമില്ലായിരുന്നു എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം റഷ്യയിലേക്ക് മോദി പോയതിന് വേറെ പല സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണെന്നും അവർ പറയുന്നുണ്ട്. എന്താണ് പ്രശാന്ത് ഏട്ടൻ്റെ ഇതിലൊരു നിരീക്ഷണം എന്ന് പറയുന്നത്? എന്തായിരിക്കും മോദി ഇത്ര പെട്ടെന്ന് റഷ്യയിലേക്ക് പോയി? കാരണം നാറ്റോ ഉച്ചകോടി വരാനിരിക്കുകയാണ്. ഈ നാറ്റോ ഉച്ചകോടി വരേണ്ട ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി അതിനു മുമ്പ് റഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഈ നാറ്റോ സഖ്യത്തിൽ ചേരാൻ പോയതിനാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മോദി റഷ്യക്ക് പരസ്യമായിട്ട് റഷ്യയിൽ പോയി അവിടെയുള്ള വ്ളാദിമിർ പുടിനെ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. നാറ്റോ ഉച്ചകോടി വരാൻ ആ ഉച്ചകോടിക്ക് മുമ്പാണ് പ്രധാനമന്ത്രി. കാരണം ആ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി ഇവിടെ റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് അത് വലിയ രീതിയിൽ ചൂഷണം ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വലിയ രീതിയിൽ റഷ്യൻ പ്രസിഡന്റ് എക്സ്പ്ലോട്ട് ചെയ്യും. കാരണം യൂറോപ്പും അമേരിക്കയും എല്ലാം റഷ്യ ഉപരോധിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് കയറി ചെല്ലണമെങ്കിൽ അങ്ങനെ വെറുതെ ഒന്നും മോദി കയറി ചെല്ലുന്ന പല ആൾക്കാരും പറയും. ധനുഷ് പറയുന്ന പോലെ ഒരു ഭയങ്കര രാഷ്ട്രീയം തന്നെയുണ്ട്. മോദി എന്ന് പറയുന്ന കഴിഞ്ഞ 10 കൊല്ലവും ഈ രാജ്യത്തുടനീളം വിദേശ രാജ്യങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് സന്ദർശിക്കും. മിക്കവാറുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തെ വലിയ വില കൊടുത്ത് സ്വീകരിക്കുക. അദ്ദേഹത്തിന് പല രാജ്യങ്ങളുടെയും വിശേഷപ്പെട്ട മെഡലുകളൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അല്ലെങ്കിൽ വിശിഷ്ട ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ചെന്നപ്പോൾ പരമോന്നത ബഹുമതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ചെന്നപ്പോഴും അദ്ദേഹത്തിന് കൊടുത്തു. ഞാനീ പറഞ്ഞത് നമ്മുടെ നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരുന്ന സമയത്ത് നരേന്ദ്രമോദി ഊഹിക്കുന്നതിനപ്പുറം നരേന്ദ്രമോദിക്ക് പ്രതിരോധങ്ങളെ നേരിടേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ധനുഷ് ജീവിക്കുന്ന സമയത്ത് ധനുഷിൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് ധനുഷിന് താങ്ങായിട്ടും തണലായിട്ടും നിൽക്കുന്ന ഒരാളിനെ മറന്നു പോകാത്ത ഒരാളായിരിക്കും നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി. അമേരിക്കക്കാർക്ക് നരേന്ദ്രമോദിയെ വലിയ കാര്യമാണ്, അല്ലെ എല്ലാ രാജ്യങ്ങളും കാണുമ്പം വലിയ കാര്യമൊക്കെ പറയുമ്പോഴും. പക്ഷേ ഇലക്ഷൻ സമയത്ത് റഷ്യ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ ഇലക്ഷനകത്ത് ഇടപെടുന്നുണ്ട്, മര്യാദയ്ക്ക് നിന്നോണം. ശരിയാണ്, മനസ്സിലായിരുന്നോ? അത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വിദേശ രാജ്യത്തെ സന്ദർശനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റഷ്യ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയുടെ കൂടെ താങ്ങുന്ന ആളുകളായിട്ട് നിൽക്കുന്നത് ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയും തന്നെയാണ്. പരസ്യമായിട്ട് വെല്ലുവിളിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ പോക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനകത്തും, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്നതിനപ്പുറം എന്ന് വെച്ചാൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ പണ്ട് തൊട്ടേ ഒരു ബന്ധമുണ്ട്. ശരിക്കും നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനീ പഠിച്ചു കഴിഞ്ഞാൽ റഷ്യ എപ്പോഴും നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന ചതിയുടെ ഒരു രാജ്യമാണ്. അവരവസരോചിതമായിട്ട് ഇടപെടും. ഇപ്പോൾ അമേരിക്ക നമ്മളുടെ അടുത്ത് ഇടപെടുന്നത് ഇതുവരെ നമ്മളെ താക്കീത് സ്വഭാവത്തിലായിരുന്നു പലപ്പോഴും. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം അമേരിക്ക നമ്മൾ ഇടപെടുന്നത് ആദ്യമേ ഒന്ന് ശരിയല്ലെന്ന് തോന്നില്ലേ എന്ന് പറയുന്നോണം പറയും. പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണെന്ന് മനസ്സിലായി. അമേരിക്ക, ജർമ്മനി ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ ഇലക്ഷനകത്ത് വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ നശിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയെന്നുള്ള കാര്യം ഇപ്പോൾ പച്ചയായിട്ട് എല്ലാവർക്കും അറിയാം. ലോകത്ത് മൊത്തം അറിയാം, ഇന്ത്യയിൽ അത്യാവശ്യം ഈ നിരീക്ഷണം നടത്തുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഈ ഒരു കരാറ് തന്നെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ റഷ്യ പോയി കഴിഞ്ഞതിന് ശേഷം അമേരിക്ക നാറ്റോ ഇതിനെ വിളിക്കുന്നു, അമേരിക്കയായിട്ട് കൂടി നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പം നമ്മുടെതെന്ന് പറഞ്ഞാൽ ചേരാ നയം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. റഷ്യ, ചൈനയെല്ലാം കൂടെ ആ രാജ്യങ്ങൾ വേറെയുണ്ട്. അപ്പം നാറ്റോ രാജ്യങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നിടത്ത് സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഈ കൂടിച്ചേരലിന് ഒത്തിരി അർത്ഥമുണ്ട് ധനുഷ് പറഞ്ഞതുപോലെ. അപ്പോൾ അത് കരുതലോടെ ഇരിക്കണം.
നാളെ കാലത്തെ എന്ത് സംഭവിച്ചാലും അതിന് കരുതൽ വേണം. ഇപ്പം ഇതിനകത്ത് ഇതിന് മുമ്പേ നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. റഷ്യ അടുത്തു നിന്ന് നമ്മളെ വിലക്കാൻ വന്നപ്പോൾ നമുക്ക് അത് സാധ്യമല്ലെന്ന് പറഞ്ഞ് നമ്മുടെ നിന്ന് പെട്രോളിയം എടുക്കുകയും അത് ഈ വിലക്കുകൊണ്ട് നാറ്റോ രാജ്യങ്ങളുടെ വിലക്കുകൊണ്ട് പെട്രോളിയം കിട്ടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുത്ത് കാശ് മേടിക്കുകയൊക്കെ ചെയ്ത കാര്യമുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞത് റഷ്യൻ സംഭവിച്ചു, ആസ്ട്രിയ സന്ദർശിച്ചു. ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഈ പുതിയൊരു ഇത് വരുന്നു. ഇതിനകത്ത് വേറൊരു വലിയ രാഷ്ട്രീയങ്ങളുണ്ട്. നമ്മുടെ അടുത്ത കാശ്മീർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. കാശ്മീർ തെരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ POK പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, ഈ കാശ്മീരിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് പ്രകടനപത്രത്തിൽ തന്നെ. അപ്പോൾ ഇത് അങ്ങോട്ട് നീട്ടി പോവുകയാണ്. മാത്രമല്ല ചൈനയുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ മാത്രമല്ല ചൈനയ്ക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെങ്കിൽ നേരിട്ട് വേണ്ട, പാകിസ്ഥാനിലോട്ട് ഇപ്പം അങ്ങനെയാണല്ലോ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം. അപ്പം POK പിടിച്ചെടുക്കണം കാശ്മീർ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അത് BJPക്ക് രാഷ്ട്രീയപരമായിട്ടൊരു ഗുണമാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തുവായാലും പാകിസ്ഥാൻ POK പിടിച്ചെടുത്താലും ഇപ്പോൾ പാകിസ്ഥാനില്ല പണ്ടെന്ന് വെച്ചാൽ അത്തതിനൊക്കെ ജീവിച്ചിരിക്കുമല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. എണീറ്റടിക്കാനുള്ള ഇതൊന്നുമില്ല. അവരടിക്കണമെങ്കിൽ ചൈന സഹായിക്കണം. ചൈനയെ പുറകിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിൻ്റെ പട്ടാളക്കാരടിക്കുന്ന രീതിയിലേക്ക് അടുപ്പിക്കാൻ നടക്കത്തുള്ളൂ. ആ ഒരു ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം റഷ്യ പറഞ്ഞാൽ ചൈന കേൾക്കും. ചൈനയ്ക്ക് കേട്ടേ മതിയാകത്തുള്ളൂ. രണ്ടാമത് വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പരിശോധിച്ചു 2024 അതിനുശേഷം ചൈന ഈ സന്ദർശനത്തിന് ശേഷം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേട്ടായിരുന്നല്ലോ. റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് നല്ല കാര്യമാണ്. ആ ഒരു സൗഹൃദം നല്ലതാണ്. നമ്മൾ ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദം ഉണ്ടാവണം. ഇത് പറയാൻ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കച്ചവടം ചൈനയുടെ നടക്കുന്നത് ഇവിടെ മനസ്സിലാവുന്നു. രണ്ടാമതേ ഉള്ള അമേരിക്കയ്ക്ക് നമ്മളോട് സ്നേഹം കൊണ്ടല്ല പിണങ്ങാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റ് ഇന്ത്യ. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. മേക്കിംഗ് ഇന്ത്യയിൽ കൂടി നമ്മളീ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്തുകൊണ്ട് ഈ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കുത്തകയായിരുന്ന ചൈനയുടെ കളിപ്പാട്ടങ്ങൾ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പം ചൈനയ്ക്ക് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഉണ്ടായേ മതിയാവത്തുള്ളൂ. അവൻ നിലനിൽപ്പില്ല. ചൈന ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന രാജ്യം. കാരണം ഇവർക്ക് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കകത്ത് നമ്മുടെ ഈ ശ്രീലങ്ക പോലുള്ളിടത്തും ഈ പാകിസ്ഥാൻ പോലുള്ളിടത്തും പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന് കാശിട്ട് കൊടുത്ത് അവർ വെട്ടുപോയി. ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഇവർ ശകലം സാമ്പത്തിക ക്രൈസിസിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഇതുപോലെ ട്രേഡിംഗ് ഉള്ള രാജ്യങ്ങളിൽ അത് നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും. ഇപ്പോൾ ഇന്ത്യയെ പിണക്കാനൊന്നും പറ്റത്തില്ല. രണ്ടാമത് നമ്മളെ ഇവരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചൈനക്കാരുടെ സ്വഭാവം, ചൊറിയുന്ന സ്വഭാവം. ആ ചൊറിയുന്ന സ്വഭാവത്തിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താതിരിക്കാൻ നമ്മുടെ കാര്യം നടക്കുമ്പോൾ അപ്പോൾ റഷ്യയുമായിട്ടുള്ളൊരു ഈ പോക്കിനകത്ത് ആ ഒരു രാഷ്ട്രീയമുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പം ചൈന അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് POK പിടിക്കുന്നതിന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞാൽ മതി. വേറെ അവർക്ക് അതിന് തിരിച്ചടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം. അതുപോലെ തന്നെ ഇറാൻ, പണ്ട് നമ്മുടെ ഇടനാഴി ഉണ്ടായിരുന്നു ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ഇത് തുടങ്ങും വീണ്ടും ഇടനാഴി 10-20 കൊല്ലത്തിന് മുമ്പുള്ള ഇടനാഴി വീണ്ടും തുറക്കുന്നതിന് വേണ്ടി വ്യവസായം തുറന്നു. അപ്പോൾ അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ എല്ലാം കൂടെ നേതാവായിട്ട് നരേന്ദ്രമോദി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അമേരിക്കയുടെ അവസ്ഥ ഇപ്പം ട്രംപ് വന്നാൽ കുറച്ചെങ്കിലും ഇത് വരുമെന്നേ ഉള്ളൂ. ബൈഡനൊക്കെ വന്നപ്പോഴത്തേന് അമേരിക്ക ഈ ലോക പോലീസും ഒന്നുമല്ല. അമേരിക്ക ഇപ്പം ഈ രാജ്യങ്ങളൊന്നും അമേരിക്കയെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയില്ല. ട്രംപ് ഇപ്പം ധനുഷിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ട് അറേബ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളെ കയറി അറ്റാക്ക് ചെയ്തു. ഇപ്പം തന്നെ പെട്രോക്കാരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞില്ലേ. അതിനൊക്കെയുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ പരിധിക്കൊന്നും നിൽക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ റഷ്യ പറഞ്ഞാൽ കേൾക്കും, ചൈന പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ ഇപ്പം ഇവരുടെയൊക്കെ ലോക പോലീസ് കളിച്ച് നിൽക്കുന്നെങ്കിലും അമേരിക്കയുടെ ഒരു അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഇവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ മൂന്ന് ശക്തികളോട് ഒന്നിച്ച് നിന്നാൽ, ഇപ്പം നമ്മൾ പറയുമ്പോൾ ചൈന, റഷ്യ, ഇന്ത്യകളൊക്കെ ഒന്നിച്ച് നിന്നാൽ ബാക്കി ആരൊക്കെ അപ്പുറത്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല. അല്ല, എങ്കിലും അതിലൊരു സംശയം എനിക്കുള്ളത്, പ്രശാന്തേട്ടൻ പറഞ്ഞു റഷ്യയിലേക്ക് പോകുമ്പോൾ POK കൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു. അതെ, ഈ POKയിൽ ചൈന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതെ. അപ്പോൾ POK ഇന്ത്യ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് അതൊരു വലിയ അടിയാവും. കാരണം ചൈനയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഡെഡ് ട്രാപ്പാണ്.
ഈ പല രാജ്യങ്ങളിലും പോയി ഭീമമായിട്ടുള്ള കടം കൊടുക്കുകയും ആ കടം അവസാനം തരണ്ടെന്ന് പറയുകയും പിന്നെ ഒരു സാഹചര്യം നോക്കി തിരിച്ചു ചോദിക്കുകയും അത് തരുന്നില്ല എന്നവർ കാണുമ്പോൾ ഇപ്പം പല ആൾക്കാരും പിടിച്ചു. അപ്പൊ അതുപോലെ ഈ പാകിസ്ഥാനിൽ ഒരുപാട് ഈ POK ഒരുപാട് അവരുടെ ഈ പട്ടുനൂൽ ഒന്നുമില്ല, അവിടെ ഇടനാഴിയൊക്കെ ഇടനാഴി വരുന്നില്ല. POK സൈനിക താവളങ്ങൾ അവർക്ക് തമ്പടിക്കാൻ, നമ്മളെ ഉപദ്രവിക്കാൻ ഏറ്റവും അടുത്ത് വരാൻ പറ്റിയുള്ള സംവിധാനം ഒരുക്കുന്നതിനകത്താണ് പാകിസ്ഥാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പല വ്യവസായ സ്ഥാപനങ്ങളുടെയും മറവിലാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് യുക്രൈനുമായിട്ട് റഷ്യയുടെ പ്രശ്നം. ഉക്രൈൻ നാറ്റോ രാജ്യങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ, നാറ്റോ രാജ്യം എന്ന് പറഞ്ഞാൽ എന്തോ അമേരിക്കയ്ക്ക് എന്നും ശത്രുവായിട്ടുള്ള റഷ്യ. അപ്പൊ റഷ്യക്കെതിരെ ഏറ്റവും അടുത്ത് ഇപ്പം ഇതുപോലെ ഇരിക്കുക ഒരേ രാജ്യം തന്നെയാണ്. റഷ്യയിൽ ഈ ആളപായം കൂടുതൽ നടക്കാത്ത ഇപ്പോഴും യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് 10-15,000 പേരെ മരിച്ചിട്ടുള്ളൂ ഔദ്യോഗികമായിട്ട്. അതായത് റഷ്യക്കാർ ഉക്രൈൻ തന്നെ നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആൾക്കാരെ കൊല്ലണ്ടെന്ന് വെച്ചാൽ അതേ അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇത് നരേന്ദ്രമോദിക്ക് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റെ മനസ്സിലാക്കുന്നതിനപ്പുറം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇത് മനസ്സിലാവും. അപ്പം ഈ പറയുന്ന മനസ്സിലുണ്ടോ, ചൈന നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്, നമുക്കിട്ട് പണിയാൻ നമ്മൾ അനുവദിക്കത്തില്ല. അതിനകത്ത് അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞേര്, നമ്മളിത് പിടിച്ചെടുക്കും. ചുമ്മാ ചൊറിയാൻ വന്നാൽ തിരിച്ച് ചൊറിയേണ്ടി വരും. അപ്പം ചൊറിച്ചില്ലാതെ പോകാമെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ സഹായം വേണമെന്നല്ല പറയുന്നത്. ഇത് റഷ്യ പറയുമ്പോൾ കൂടുതലായിട്ട് ചൈന കേൾക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നേരിട്ട് പറയണ്ട, ഇച്ചിരി ഉറസലിരിക്കുകയാണല്ലോ. അപ്പം പറയുന്നതിന് മുമ്പ് തന്നെ ചൈന അതിന് വില്ലിങ്ങാന്നുള്ള രീതിയിൽ പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലാവുന്നത്. അപ്പം ഞാനീ പറഞ്ഞത് വളരെ കരുതലോടുകൂടിയൊരു നീക്കമാണ്. അപ്പം ഒരു മാസത്തിന് ശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക, ഞാൻ ജയിച്ച പുള്ളിക്ക് മെന്റലി എന്തോ ഒരു വിഷയം. കാരണം ഈ 3 പ്രാവശ്യം കൊണ്ട് അധികാരത്തിനകത്തുണ്ട്, 100 സീറ്റ് കൊണ്ട് ഈ പ്രധാനമന്ത്രിക്ക് അപ്പുറം ഏതോ പോസ്റ്റ് കിട്ടുന്നുള്ള രീതി പറയുമ്പോൾ, അപ്പം ഈ ഒരു നീക്കമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ മൊത്തം വരുതിയിലാക്കുന്നതിനപ്പുറം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിച്ച് ഞങ്ങൾ ഒട്ടും അല്ല എന്ന് രാഷ്ട്രീയമായിട്ടും ദേശസ്നേഹപരമായിട്ടും ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പോക്ക്. അല്ലാതെ വെറുതെയുള്ള പോക്കല്ല. വെറുതെയുള്ള പോക്കാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്, അവിടോട്ട് ആദ്യം പോകണമായിരുന്നു. റഷ്യയിലോട്ടുള്ള പോക്കും, റഷ്യയിൽ ചെന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കൊടുത്ത സ്വീകരണം, ഇതുവരെ ചൈനയുടെ പ്രധാനമന്ത്രി ചെന്നപ്പോൾ പോലും ഇത്രയും ഔദ്യോഗികപരമായിട്ട് അല്ലെങ്കിൽ അത്രയും വിശാലമായിട്ട് ഔദ്യോഗിക വസ്തുയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലേ കയറ്റി സ്വീകരിച്ചിട്ടില്ല. കാരണം അവർക്കൊക്കെ ഒത്തിരി രഹസ്യങ്ങളുണ്ടല്ലോ. കാരണം ഇന്ന റൂമുണ്ട്, എല്ലാ സംവിധാനത്തോടും വിളിച്ച് ചികിത്സ. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. POK പിടിക്കുന്നതിന് വേണ്ടി റഷ്യയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ചൈന ചലിക്കത്തില്ല. അതാണ് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു രാഷ്ട്രീയം.